എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് വെച്ചാൽ നല്ല വിശേഷം, അഥവാ ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഗുഡ് ന്യൂസ്. ഈ ഭൂമിയിൽ നമ്മൾ നല്ല വിശേഷം അഥവാ ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ, ഐ ഗോട്ട് എ ജോബ്, എനിക്കൊരു നല്ല ജോലി കിട്ടി, ഐ ഹാവ് എ ഗുഡ് ന്യൂസ്. എനിക്ക് നല്ലൊരു വീട് കിട്ടി, എനിക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടി. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഗുഡ് ന്യൂസിൽ കൂട്ടുന്ന കാര്യങ്ങളാണ്. എനിക്കൊരു കാർ ലഭിച്ചു, എനിക്കൊരു കാർ മേടിക്കാൻ പറ്റി, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ വിവാഹം കഴിഞ്ഞ ആ സ്ത്രീയോട്, ഭാര്യയായ ആ സ്ത്രീയോട് പലരും ചോദിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ, അത് ഭൂമിയിൽ അറിയിക്കപ്പെടുമ്പോൾ, അവർ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ പറയുന്ന പരമപ്രധാനമായ ഒരു വാക്കാണ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ലഭിക്കാൻ പോകുകയാണ്. ഒരു ജീവൻ ഉത്ഭവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗുഡ് ന്യൂസ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനവും ജീവൻ ഉത്ഭവിപ്പിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് യേശു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത്, കള്ളൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്നു, ഞാനോ അവകൾക്ക് ജീവൻ ഉണ്ടാകുവാനായിട്ടും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമായിട്ടാണ് വന്നത്. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനം ജീവൻ നൽകുക എന്നുള്ളതാണ്, അത് സമൃദ്ധിയായി നൽകുക എന്നുള്ളതാണ്. ആർക്കാണ് ജീവൻ വേണ്ടിയത്? ജീവൻ ഇല്ലാത്തവനാണ് ജീവൻ വേണ്ടിയത്. അഥവാ മരിച്ച അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കാണ് ജീവൻ വേണ്ടിയത്. ഒരു വ്യക്തി നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴാണ് നമ്മൾ ആ വ്യക്തി മരിച്ചു എന്ന് പറയാറുള്ളത്. അതായത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്, ആ വ്യക്തി മരിച്ചുപോയി. എന്നാൽ ദൈവവചനം മരണത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ഞാൻ ഇന്ന് ഈ സുവിശേഷം വളരെ ലളിതമായി ഒരേ ഒരു സ്ഥലത്തിൽ നിന്ന് മാത്രം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 11 തൊട്ട് 32 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഉപമ യേശു പറഞ്ഞ ഒരു ഉപമയാണ്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഈ ഭവനം ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഭവനമാണ് ഈ ഉപമയിൽ കാണിക്കുന്ന ഭവനം. അവിടെ കാണുന്ന മുഴുവൻ കാര്യങ്ങളുമാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാനം. ഏറ്റവും ആദ്യത്തെ കാര്യം, അവിടെയുള്ള ഇളയ മകൻ തന്റെ അപ്പന്റെ നേതൃത്വത്തെ സ്വീകരിക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. തന്റെ അപ്പന്റെ സ്നേഹത്തെ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:4 പറയുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവർ അവിശ്വാസികളായതുകൊണ്ടല്ല മനസ്സ് കുരുടായത്, അവരുടെ മനസ്സിനെ പിശാച് കുരുടാക്കിയത് കൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാതെ പോയത്. ചില ദിവസങ്ങൾക്ക് മുൻപേ ഒരു നടന്ന സംഭവമാണ് എന്നെനിക്ക് കേൾക്കുവാൻ സാധിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. നമ്മുടെ വളരെ അടുത്തുള്ള ബാംഗ്ലൂരില് ഒരു ദമ്പതികൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മോളുണ്ടായി. അവരുടെ ജീവിതത്തിൽ അവർ വളരെ പ്രയാസപ്പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് വന്നവരായതുകൊണ്ട് അവർക്ക് നല്ല ജോലി കിട്ടി, നല്ല പഠിത്തം ഉണ്ടായിരുന്നു, നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുണ്ട്. അപ്പൊ അവരുടെ കുഞ്ഞിനെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഏറ്റവും നല്ല പഠിത്തം കൊടുക്കണം എന്ന് ചിന്തിച്ച് ഏറ്റവും നല്ലൊരു സ്കൂളിൽ ചേർത്തു.
കുഞ്ഞ് പഠിക്കുവാനായിട്ട് തുടങ്ങി. കുഞ്ഞിന് ഏകദേശം 4 വയസ്സായിരുന്നു. രാവിലെ ഭർത്താവ് കൊണ്ടുവിടാനായിട്ട് പോകും, വൈകുമ്പം അമ്മ പോയി കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം അമ്മ സ്കൂളിലേക്ക് പോയപ്പോൾ തന്റെ കാറിന് എന്തോ ഒരു ചെറിയ പ്രയാസമുണ്ടായി. അതൊന്ന് ശരിയാക്കിയിട്ട് സ്കൂളിന്റെ വാതിക്കൽ പോയപ്പോൾ എല്ലാ ദിവസവും സ്കൂളിന്റെ വാതിക്കൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് തന്റെ മോളെ കണ്ടില്ല. തന്റെ മോളെ കാണാതെ വന്നപ്പോൾ അകത്ത് പോയി അന്വേഷിച്ചു. അവിടെ CCTV ഉണ്ട്, അവിടെ റെക്കോർഡുണ്ട്, അറ്റൻഡൻസ് ഉണ്ട്, എല്ലാം വെച്ച് നോക്കിയപ്പോൾ മോള് വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. എങ്ങനെ പോയി, ആരുടെ കൂടെ പോയി, ആർക്കും പിടിയില്ല. അവസാനം അവര് പോലീസിൽ പരാതിപ്പെട്ടു. അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ആ മോള് അവിടെ നിന്ന് ആ കാറ് വരാനുള്ള അത്രയും താമസത്തിന് ഇടയ്ക്ക് ആരാണ്ട് ആ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് അവർക്ക് പിടികിട്ടി. അവരൊത്തിരി പരിശ്രമിച്ചു, ഒത്തിരി പരസ്യം കൊടുത്തു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ ആ കുഞ്ഞിനെ അവർക്ക് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ആ പ്രയാസത്തിൽ ഈ മാതാപിതാക്കന്മാര് അവരുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ മാതാവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പുള്ളിക്കാരത്തി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഞാനൊരു കുഞ്ഞിനെ കണ്ടു. അത് നിങ്ങളുടെ കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ എനിക്ക് പോയി ചോദിക്കാനായിട്ട് മടി തോന്നിയോണ്ട് ഞാൻ ചോദിച്ചില്ല. അതുകൊണ്ട് അത് നിങ്ങളുടെ കുഞ്ഞാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു, ഉടനെ നമുക്ക് പോകണം. പറഞ്ഞ ആള് പറഞ്ഞു, വേണ്ട വേണ്ട, ഞങ്ങൾ പോയി ആദ്യം പോയി നോക്കിയിട്ട് വന്നിട്ട് പറയാം. ഇല്ല, എനിക്ക് ഉടനെ പോകണം. അങ്ങനെ ഇവര് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ കണ്ട അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് ഉറപ്പുവരുത്തിയിട്ട് പറയാം. പക്ഷേ മാതാവിനും പിതാവിനും അത് സമ്മതിക്കാൻ പറ്റിയില്ല. അവർ ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസിന്റെ വലിയ ഉദ്യോഗസ്ഥർ വന്നു. അവര് ഈ സ്ത്രീ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ ഒരു ജംഗ്ഷനിൽ 2 കണ്ണും കുരുടായ ഒരു പെങ്കൊച്ച് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. ദൂരെ നിന്ന് നോക്കി അപ്പനും അമ്മയ്ക്കും പിടികിട്ടി, അത് ഞങ്ങളുടെ മോളാ എന്ന് പിടികിട്ടി. പോലീസുകാർ പറഞ്ഞു, ഇപ്പൊ പോകരുതേ, പിടിച്ചു നിർത്തി. അവര് നോക്കിയപ്പോൾ ആരുമില്ല എന്ന് കണ്ടതിന് ശേഷം മാതാവും പിതാവും ഓടി കുഞ്ഞിന്റെ അടുത്തെത്തി. കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, മോടെ അമ്മ വന്നിരിക്കുക. അപ്പം പറഞ്ഞു, മോളെ, മോടെ അപ്പം വന്നിരിക്കുക. കുഞ്ഞു പറഞ്ഞു, ഇല്ല, നിങ്ങളല്ല എൻ്റെ അപ്പൻ, നിങ്ങളല്ല എൻ്റെ അമ്മ. എൻ്റെ അപ്പൻ 5 മണിക്ക് വരും എന്നെ കൊണ്ടുപോകുവാനായിട്ട്. 2 കണ്ണുകൊണ്ടും കാണാൻ സാധിക്കാത്ത അവസ്ഥയിൽ 2 കണ്ണിനെയും കുരുട്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ കൊച്ചിന് അപ്പനെയും അമ്മയും കാണാൻ സാധിക്കത്തില്ല. ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയുന്നില്ല. പല പ്രാവശ്യം പറഞ്ഞു നോക്കി. ആ കൊച്ചു പിന്നെയും പറഞ്ഞു, ഇല്ല, എൻ്റെ അപ്പൻ 5 മണിക്ക് വരും. അങ്ങനെ ഇവര് മാറി നിന്ന് കുറച്ചു നേരം നോക്കി. ഈ കൊച്ചിന്റെ അടുക്കൽ കറക്റ്റ് 5 മണിയായപ്പോൾ ഒരാൾ കടന്നു വന്ന് ഈ കൊച്ചിനെ കയ്യിൽ യാചിച്ചത് നിമിത്തം കിട്ടിയ പൈസ എല്ലാം കൂടെ പോക്കറ്റിലിട്ട് ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നപ്പോൾ പോലീസുകാർ കയറി പിടിച്ചപ്പോൾ മനസ്സിലായി ഇവനായിരുന്നു ആ കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്. ആ കൊച്ചിന്റെ 2 കണ്ണും കുരുടാക്കി ആ കൊച്ചിന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു. സ്വന്തം അപ്പനും അമ്മയും മുന്നിൽ വന്ന് നിന്നിട്ട്, ഞാനാണ് നിന്റെ അപ്പൻ, ഞാനാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ അവന്റെ ശബ്ദം കൊണ്ട് ആ കൊച്ചിനെ മയക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇത് തന്നെയാണ് പിശാച് ദൈവം സൃഷ്ടിച്ച് തന്റെ സ്വന്തം മക്കളോട് കാണിച്ചത്. അതുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്, 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം, അവൻ മനുഷ്യരുടെ ഹൃദയ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുക. അവര് ചിന്തിക്കുന്ന ദൈവമാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥകളുടെയും കാരണം. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്കൊരു സദ്വർത്തമാനം പറയാം. ദൈവമല്ല നിന്റെ അവസ്ഥയുടെ കാരണം,
നിന്നോടത് പറയുന്ന പിശാചാണ് നിന്റെ അവസ്ഥയുടെ കാരണം. ഇന്ന് പകൽ കണ്ണ് കുരുടായിരിക്കുന്നത് കൊണ്ട് എന്റെ മോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്ന ആ ശബ്ദം തിരിച്ചറിയാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. എന്റെ മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുക. ഒരമ്മ തന്റെ പെറ്റ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറയുന്ന അവന്റെ സ്നേഹത്തെ ആ കുരുട്ട് ഹൃദയത്തിന് മനസ്സിലാകുന്നില്ല. മോനെ, ആര് കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറയുന്ന ആ അപ്പന്റെ സ്നേഹത്തെ ആ കുരുട്ട് ഹൃദയത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തെന്നാൽ പിശാച് ഹൃദയങ്ങളെ കുരുടാക്കി വെച്ചിരിക്കുക. പക്ഷെ ദൈവവചനം പറയാ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ആ കുരുട്ട് ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാൻ ശക്തിയുള്ളതാ. ചില വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ചിന്തിച്ചു, എന്റെ ജീവിതത്തിന്റെ അധപ്പതനം എന്തുകൊണ്ട്? എന്നെ അധപ്പതിച്ചത് ദൈവമല്ല, എന്നെ അധപ്പതിപ്പിച്ചത് പിശാചാണ്. ഏത് അധപ്പതിച്ച അവസ്ഥയിലും രണ്ട് കണ്ണും കുരുടായതിനു ശേഷവും ആ കുഞ്ഞിനെ ഉള്ളതുപോലെ സ്വീകരിക്കാനായിട്ട് ആ അപ്പനും അമ്മയ്ക്കും സാധിക്കുമെങ്കിൽ, സൃഷ്ടിച്ച ദൈവം നിന്റെ ജീവിതം ഏത് അവസ്ഥയിലാണെങ്കിലും, ആരെല്ലാം നിന്റെ കണ്ണ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും, ആരെല്ലാം നിന്നെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ആരെല്ലാം നിന്റെ ജീവിതത്തെ മാറ്റിയിട്ടുണ്ടെങ്കിലും, ആരെല്ലാം നിന്റെ ജീവിതത്തിന്റെ അധപ്പതനത്തിന് കാരണമായിട്ടുണ്ടെങ്കിലും, ഇന്ന് പകൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അവന്റെ ശബ്ദത്തിന് ചെവി കൊടുത്താൽ, ഇന്ന് പകലും അവൻ രണ്ട് കരവും നീട്ടി നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. ഒരമ്മയ്ക്കും അവനെ പോലെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. ഒരു പിതാവിനും അവനെ പോലെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആ ഇളയ മകന് സംഭവിച്ചത് അത് തന്നെയാണ്. അവന്റെ കണ്ണ് കുരുടായി പോയി. അതുകൊണ്ട് പിതാവിന്റെ അടുക്കൽ നിന്ന് ഷെയർ മേടിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. അവൻ ഓർത്തു, ജീവിതത്തിൽ പണമുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും ചില നന്മകൾ ഉണ്ടെങ്കിൽ ജീവിതം സുഖമാണ്. ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ദൈവത്തിന്റെ അടുക്കൽ എല്ലാ നന്മകളുമുണ്ട്. എന്നാൽ ആ ദൈവത്തിന്റെ അടുക്കലുള്ള മുഴുവൻ നന്മയും നിനക്ക് ലഭിച്ചാലും, ആ ദൈവത്തെ നിനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം ശൂന്യമായിരിക്കും, നിന്റെ ജീവിതം വ്യർത്ഥമായിരിക്കും. എന്നാൽ എനിക്ക് ഒരു നന്മയും വേണ്ട, എനിക്ക് നിന്നെ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും മാത്രമായിരിക്കത്തില്ല, അവന്റെ മുഴുവൻ നന്മയും കരുണയും അവന്റെ ആയുഷ്കാലമൊക്കെയും അവന്റെ പുറകെ വരും. ഇളയ മകന് പിടികിട്ടിയില്ല. ഇളയ മകൻ ചിന്തിച്ചു, തന്റെ സ്നേഹിക്കുന്ന പിതാവിനേക്കാൾ വസ്തുവകകൾക്കും പണത്തിനും പ്രാധാന്യമുണ്ട്. ആ ഭാഗം നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അവൻ ഉള്ളതെല്ലാം നശിപ്പിച്ചു, അവന്റെ കയ്യിലുള്ളതെല്ലാം നശിച്ചുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാശം എപ്പോഴാ സംഭവിക്കുന്നതെന്നറിയാവോ? ഈ സ്നേഹിക്കുന്ന പിതാവിൽ നിന്ന് വേർപെടുമ്പോഴാണ് നാശം സംഭവിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അവന് സുബോധമുണ്ടായി. എന്താണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ കാര്യമാണ് സുബോധമുണ്ടാകുക. എന്താണ് സുബോധം? ഇവനാണ് എന്റെ കണ്ണ് കുരുടാക്കിയത്, പിശാചാണ് എന്റെ കണ്ണ് കുരുടാക്കിയത്. ആ ഇളയ മകന് സുബോധം വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, എന്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാര് പോലും ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു. എന്താണ് സുബോധം എന്നറിയാവോ? നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന അവസാന തുള്ളി രക്തം വരെ കൊടുത്ത് നിന്നെ രക്ഷിക്കാനുള്ള വില കൊടുത്ത്, നിന്നെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മുഴുവൻ വിലയും കൊടുത്ത് ഇരു കൈയും നീട്ടി നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു നല്ല അപ്പൻ ഇന്നും നിനക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. ഈ ലോകത്തിലുള്ള ആർക്കും നിന്നെ വേണ്ടെങ്കിലും നിന്നെ വേണ്ടിയ ഒരുവൻ ഇന്നും നിനക്ക് വേണ്ടി ആഗ്രഹിച്ച് ഇരുകരവും നീട്ടി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്ന് തിരിച്ചറിയുന്നോ, അതിന്റെ പേരാണ് സുബോധം. ഇളയ മകന്റെ കാര്യത്തിൽ നടന്ന രണ്ടാമത്തെ കാര്യമാണ്, അവന് സുബോധം വെച്ചപ്പോൾ അവന് പിടികിട്ടി, ഞാൻ വീണുപോയി. എവിടെ നിന്നാ വീണേ? എന്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്. ഈ ഇളയ മകൻ ഒരു തീരുമാനമെടുത്തു, തിരികെ തന്റെ പിതാവിലേക്ക് പോകുവാൻ. എന്താ സുവിശേഷം? ഞാൻ ഏത് സ്നേഹിക്കുന്ന അപ്പന്റെ അടുക്കൽ നിന്നാണോ മാറ്റപ്പെട്ടത്, ആ പിതാവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനമാണ് മാനസാന്തരത്തിന്റെ അർത്ഥം. മാനസാന്തരം എന്ന് പറയുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു എന്ന് തിരിച്ചറിയുക.
മാനസാന്തരത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ എവിടെ നിന്ന് വന്നോ ഞാൻ അവിടേക്ക് തിരികെ വരിക എന്ന് പറയുന്നതാണ് മാനസാന്തരത്തിന്റെ പ്രവൃത്തി. അത് രണ്ടും അവൻ ചെയ്തപ്പോൾ ഇരുകരവും നീട്ടി വെയിറ്റ് ചെയ്ത ഒരു അപ്പനെ അവന് കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് പകലും ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ നിങ്ങൾ ചെയ്ത വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിയിൽ പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള പാപം ചെയ്ത വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നും, ഈ വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ എങ്ങനെ വരാൻ സാധിക്കും? ഇന്ന് പകൽ ഞാനൊരു രഹസ്യം പറയാം. ഒരു വ്യക്തിയുടെ അയോഗ്യതയാണ് ആ വ്യക്തിക്ക് യേശുവിന്റെ അടുക്കൽ വരാനുള്ള യോഗ്യത. ഞാൻ വീണ്ടും പറയാം, ഒരു വ്യക്തിയുടെ അയോഗ്യതയാണ് ആ വ്യക്തിക്ക് യേശുവിന്റെ അടുക്കൽ വരാനുള്ള യോഗ്യത. എന്തുകൊണ്ടാൽ എന്റെ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ രക്ഷയിലേക്ക് വിളിക്കാനാവട്ടെ. ഇന്ന് പകലും നിന്റെ പാപം രക്താംബരം പോലെ ചുമപ്പുള്ളതാണെങ്കിലും, ഒരുപക്ഷെ ഈ പിതാവിനെ അറിഞ്ഞിട്ട് നീ പാപം ചെയ്തു പോയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും, ഇന്ന് പകൽ അപ്പാ ഞാൻ തിരികെ വരിക എന്ന് നീ പറഞ്ഞാൽ നിന്നെ ഉള്ളതുപോലെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നല്ല അപ്പൻ ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിനകത്തുണ്ട്. എന്റെ ഈ ശബ്ദം എവിടെ നിന്ന് കേട്ടാലും നിന്നെ സ്വീകരിക്കാൻ അവൻ തയ്യാറായി നിൽക്കുക. He is ready to accept you as you are. ഇളയ മകൻ വന്നപ്പോൾ അവനെ ഉള്ളതുപോലെ സ്വീകരിച്ചു. അവനെ നീതിയുടെ വസ്ത്രം അണിയിച്ചു. 2, അവന് അധികാരത്തിന്റെ മോതിരം നൽകി. അവൻ ചിന്തിച്ചു, ഇനി ഞാൻ വേലക്കാരനായിട്ട് പോയാൽ മതി. പക്ഷേ ഒരിക്കൽ നീ അവന്റെ മകനാണെങ്കിൽ ഒരിക്കലും നിന്നെ പിന്നെ വേലക്കാരനാക്കുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. എത്ര വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിലും മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ തിരിച്ചു മകനായി മകളായി തന്റെ മാറിലേക്ക് ചേർക്കുന്ന ഒരു നല്ല അപ്പൻ ഇന്ന് പകൽ ഇതിനിടയ്ക്കുണ്ട്. ഓ, അവന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ അപ്പായെ സ്തുതിക്കുക. ഇന്ന് പകലും others would have rejected you, but let me tell you the good news. Jesus is ready to accept you as you are. ഉള്ളതുപോലെ. ഇളയ മകന് തോന്നി, എനിക്കിനി മകനാകാൻ യോഗ്യതയില്ല. ഇല്ല, നിന്റെ അയോഗ്യതയാണ് നിന്നെ യോഗ്യതയാക്കാനുള്ള നിന്റെ യോഗ്യത. തന്റെ നീതിയുടെ വസ്ത്രം എടുത്ത് അമ്മോന്റെ മേളിൽ കൊടുത്തു. തന്റെ മകനാണ്, അവകാശിയാണെന്നുള്ള അധികാരം മോതിരം വഴി വിരലിലിട്ടു. മാത്രമല്ല, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി മുന്നോട്ട് നൽകുവാനായിട്ട് പുതിയൊരു ചെരുപ്പ് ആ മകന്റെ കാലിൽ നൽകി. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളുടെ അവസ്ഥ ഏതായിക്കോട്ടെ, ഈ യേശുവിനെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. യേശുവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നടക്കും. 1, നീതിയുടെ വസ്ത്രം കൊണ്ട് അവൻ നിന്നെ പുതപ്പിക്കും. 2, ആരുടെ നീതിയാണെന്നറിയാവോ? അവന്റെ നീതിയുടെ വസ്ത്രം. നമ്മുടെ നീതി ദൈവത്തിന്റെ മുന്നിൽ കീറി പറഞ്ഞ തുണി പോലെയാ, പക്ഷെ അവന്റെ നീതിയുടെ വസ്ത്രം നിന്നെ ധരിപ്പിക്കും. 2, അവന്റെ മകനാണ്, മകളാണെന്നുള്ള അധികാരത്തിന്റെയും അവകാശത്തിന്റെയും മോതിരം നിന്നെ ധരിപ്പിക്കും. 3, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി നിന്റെ മുന്നിൽ വെക്കും. എന്നാൽ ആ സുവിശേഷത്തിന്റെ ആ ഭാഗം അവിടെ നിൽക്കുമ്പോൾ, പിതാവിനെ സ്വീകരിച്ചപ്പോൾ, പിതാവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ, പിതാവിന്റെ അടുക്കലേക്ക് തിരികെ വന്നപ്പോൾ ഇതെല്ലാം തന്റെ ജീവിതത്തിൽ ലഭിച്ചു. എങ്കിലും ഓൾറെഡി പിതാവിനെ സ്വീകരിക്കുകയും പിതാവിന് കീഴ്പ്പെടുകയും ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ് അവിടെയുള്ള മൂത്തപുത്രൻ. ആ മൂത്തപുത്രന്റെ ജീവിതം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഈ മൂത്തപുത്രൻ താൻ വീട്ടിൽ വന്നപ്പോൾ വാദ്യഘോഷങ്ങളെല്ലാം കേട്ടപ്പോൾ തനിക്ക് തോന്നി, ഇതെന്നാ സംഭവിക്കുന്നത്? ഒരാളെ വിളിച്ച് ചോദിച്ചു, അവിടെയുള്ള വേലക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ഇളയ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ ജീവനോടെ കിട്ടിയത് കൊണ്ട് അപ്പൻ ഇതാ ആഘോഷിക്കുക. അവനത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവൻ വീട്ടിന്റെ പുറത്ത് നിൽക്കുക. യേശുവിനെ അംഗീകരിച്ച ഒരുത്തൻ ദൈവരാജ്യത്തിനകത്ത് കയറി. ഇന്ന് ഞാൻ വീണ്ടും പറയാം, യേശുവിനെ അംഗീകരിക്കുന്ന ഓരോ വ്യക്തികളും അവർക്ക് സൗജന്യമായി ദൈവരാജ്യത്തിൽ കയറാനുള്ള അധികാരം യേശു നൽകിയിട്ടുണ്ട്.
ഇരുട്ടിൽ നിന്ന് തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് അവരെ മാറ്റുന്നതാണ് സുവിശേഷം. എന്നാൽ ആ രാജ്യത്തിൽ കേറിയ ചിലര് അവർക്ക് ജീവിതത്തിൽ പുരോഗമിക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ജീവിതത്തിൽ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അവരുടെ ജീവിതത്തിൽ അവർക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പന്റെ വീട്ടിലേക്ക് കയറിയ സന്തോഷമുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ആ മൂത്ത മകനോട് പിതാവ് ഭവനത്തിന്റെ വെളിയിൽ വന്ന് പറഞ്ഞു, മകനെ, ഈ നിന്റെ അനിയൻ, ഈ ബ്രദർ നഷ്ടപ്പെട്ടവനായി. ആ ഇളയ മകനെ കുറിച്ച് തന്റെ അപ്പൻ പറഞ്ഞ ഒരു സംബോധനയാണ്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇതാ ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, സുവിശേഷം എന്താണെന്നറിയാവോ? ദൈവ പൈതൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ ഒരു സൃഷ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടാ മരണം. സ്നേഹിക്കുന്ന പിതാവിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ എപ്പോ കട്ടാകുന്നു അതാ മരണം. ലോകപ്രകാരമായിട്ട് അവന് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷെ പിതാവ് പറഞ്ഞു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. എപ്പോഴാ മരിക്കുന്നതെന്നറിയാവോ? സ്നേഹിക്കുന്ന പിതാവിൽ നിന്ന് ബന്ധം മുറിക്കുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആകുമ്പോൾ, അതിന്റെ പേരാണ് ദൈവവചനം മരണമെന്ന് പറയുന്നത്. എന്നാൽ ആ സ്നേഹിക്കുന്ന പിതാവുമായിട്ട് ബന്ധം തിരികെ പുലർത്താൻ തുടങ്ങുമ്പോൾ വചനം പറയാ, ഇതാ അവൻ ജീവിക്കുന്നു. എപ്പോഴാ ഒരുത്തൻ ജീവിക്കുന്നതെന്നറിയാവോ? സ്നേഹിക്കുന്ന അപ്പനുമായി ബന്ധം പുലർത്തുമ്പോൾ. എന്നാൽ ഈ മകൻ, മൂത്ത മകൻ അകത്തായിരുന്നു, അപ്പന്റെ കൽപ്പനയെല്ലാം അനുസരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ പിതാവ് വെളിയിൽ വന്നിട്ട് പറയുകയാണ്, മകനെ, ഇപ്പോൾ നമ്മൾ ആഘോഷിക്കണം എന്ന് പറയുമ്പോൾ അവൻ സങ്കടത്തോടെ, ദേഷ്യത്തോടെ അവൻ വീട്ടിന്റെ വെളിയിലാണ്. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദൈവരാജ്യത്തിന്റെ അകത്ത് കടക്കാം. യേശു പറഞ്ഞതിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ദൈവരാജ്യത്തിന്റെ അകത്തുള്ളത് അനുഭവിക്കാം. ഞാൻ വീണ്ടും പറയാം, യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്ക് ദൈവരാജ്യത്തിന്റെ അകത്ത് കടക്കാം. പക്ഷേ യേശു പറയുന്നതിനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക്, യേശു അംഗീകരിക്കാൻ പറയുന്നവനെ അംഗീകരിക്കുന്നവന്, യേശു പറയുന്നവനെ അംഗീകരിക്കുന്നവന് ദൈവരാജ്യത്തിന്റെ അകത്തുള്ള മുഴുവനും അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇന്ന് പകൽ ഈ സുവിശേഷത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളത് ആദ്യത്തെ ഭാഗമാണ്. അതിന് വേറൊരു ഭാഗമുണ്ട്, യേശു പറഞ്ഞതിനെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്കോട് യേശു പറഞ്ഞപ്പോൾ പറഞ്ഞേ, ഈ സുവിശേഷം പറയുക, വിശ്വസിക്കുന്ന ഏവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക. പക്ഷെ സ്നാനപ്പെടുത്തിയതിനു ശേഷം ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ച് അവരതിനെ പ്രമാണിപ്പാൻ തക്കവണ്ണം സമർത്ഥരാക്കി അവരെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. വീണ്ടും പറയാം, സുവിശേഷത്തിന് രണ്ട് ഭാഗമുണ്ട്. യേശുവിനെ സ്വീകരിക്കുന്നവൻ അവൻ ദൈവരാജ്യത്തിനകത്ത് കിടക്കും. യേശു പറഞ്ഞതിനെ സ്വീകരിക്കുന്നവന് ദൈവരാജ്യത്തിന്റെ അകത്തുള്ള മുഴുവനും അനുഭവിക്കാൻ സാധിക്കും. ദൈവത്തിന്റെ സുവിശേഷത്തിനകത്ത് ഒരു കുറവുമില്ല. ഇന്ന് നശിച്ച അവസ്ഥയിലാണോ? അങ്ങനെയാണെങ്കിൽ പിതാവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലാത്ത അവസ്ഥയായിരിക്കും. ഇന്ന് പകൽ അതിന് അവസരമുണ്ട് ആ ബന്ധം പുതുക്കാൻ. ഞാൻ അതിന് എന്നാ ചെയ്യണം? ഒരു തീരുമാനമെടുത്താൽ മതി. ഇന്ന് പകൽ എനിക്ക് യേശുവുമായിട്ട് ഒരു ബന്ധം വേണം, ഈ സ്നേഹിക്കുന്ന അപ്പനെ എനിക്ക് വേണം എന്നൊരു തീരുമാനമെടുത്താൽ ഇന്ന് പകൽ അത് സംഭവിക്കും. ആ തീരുമാനം ഞാൻ എടുത്തതാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ മൊരടിപ്പാണ്, എന്റെ ജീവിതത്തിൽ ഒരു നന്മയും കാണുന്നില്ല, എന്റെ ജീവിതത്തിൽ സങ്കടമാണ്, എന്റെ ജീവിതത്തിൽ പരാതിയാണ്, എന്റെ ജീവിതത്തിൽ പിറുപിറുപ്പാണ്. നീ ദൈവരാജ്യത്തിന്റെ പുറത്ത് നിൽക്കാനുള്ള കാരണം ഈ രാജ്യത്തിന്റെ അപ്പൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നതുകൊണ്ടാണ്. മൂത്ത പുത്രൻ വെളിയിൽ നിന്നതിന്റെ കാരണം അവൻ അപ്പൻ പറയുന്നത് അംഗീകരിക്കാൻ സാധിച്ചില്ല. യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിനകത്ത് കിടക്കും. യേശു പറഞ്ഞതിനെ സ്വീകരിക്കുന്ന വ്യക്തി ദൈവരാജ്യത്തിന്റെ അകത്തുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കും. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽ ഈ യേശു എനിക്ക് വേണം. എനിക്ക് യേശുവുമായിട്ട് ഒരു ബന്ധവുമില്ല,
ഇന്ന് പകൽ എനിക്ക് യേശുവിനെ വേണം. എന്റെ ജീവിതത്തിൽ യേശുവുമായിട്ട് ബന്ധമില്ലാതെ ഇരിക്കുകയാണ്. ഇന്ന് പകൽ എനിക്ക് യേശുവുമായിട്ടൊരു ബന്ധം പുലർത്തണം. ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും. ഇന്ന് കേട്ട സുവിശേഷം ശരിയാണ്, ഞാനിത് വിശ്വസിക്കുന്നു, എനിക്ക് യേശുവിനെ വേണമെന്ന് പറയുന്നവരും. ഞാൻ യേശുവിനെ ഒരിക്കൽ സ്വീകരിച്ചതാ, പക്ഷെ എന്റെ ബന്ധം യേശുവുമായിട്ട് നഷ്ടപ്പെട്ടതാ. ഇന്ന് എനിക്ക് ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് പറയുന്നവര്, അങ്ങനെയുള്ളവര് മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുക, ബാക്കിയുള്ളവരെല്ലാം ഇരിക്കുക. അങ്ങനെയുള്ളവര് മാത്രം, എനിക്ക് യേശുവിനെ വേണം എന്ന് പറയുന്നവര് മാത്രം. എനിക്ക് യേശുവിനെ വേണം ബ്രദറെ, ഇന്ന് പകൽ എനിക്ക് യേശുവിനെ വേണം. ഐ നീഡ് ദിസ് ജീസസ്. ഞാൻ യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയാ, പക്ഷെ എനിക്ക് ഈ സ്നേഹിക്കുന്ന അപ്പനുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയി. അങ്ങനെയുള്ളവർക്കും എഴുന്നേൽക്കാം. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ അടച്ചാട്ടെ. ഞാനൊരു പ്രാർത്ഥന ചൊല്ലി തന്നിട്ട് അതിന്റെ പുറകെ നിങ്ങൾ ചൊല്ലണമെന്നൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ വാക്കുകളെക്കാൾ അപ്പുറം നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ കാണുന്നു. ഇന്ന് പകൽ ആ കണ്ണൊക്കെ അടച്ച് ഞാൻ ഈ പറഞ്ഞ ഈ സ്നേഹിക്കുന്ന അപ്പൻ നിന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ അപ്പാ എനിക്ക് നിന്നെ വേണം. നീയുമായിട്ടുള്ള എന്റെ ബന്ധം എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും അത്യാവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് ഈ ബന്ധം വേണം, എനിക്ക് ഈ ബന്ധം വേണം, എനിക്ക് ഈ ബന്ധം വേണം. ചില വർഷങ്ങൾക്ക് മുൻപേ എന്റെ ജീവിതം നശിച്ചു നാറിയ അവസ്ഥയിൽ ഇരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഈ ദൈവം എന്നെ എങ്ങനെ സ്വീകരിക്കുമെന്ന്. ഇന്ന് തോസുട്ടി ബ്രദറിന്റെ ഈ വചനത്തിന്റെ ആ പ്രഘോഷണത്തിന്റെ ധൈര്യം എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചാൽ, ചീഞ്ഞളിഞ്ഞ എന്റെ ജീവിതവുമായിട്ട് ഞാൻ ഈ അപ്പന്റെ മുന്നിൽ വന്ന് ഈ ലൂക്കോസ് 15 പറയുന്ന അപ്പൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സ്വീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ ദിവസം എന്റെ മുറിയിൽ ഇരുകരവും നീട്ടി ഇറങ്ങി വന്ന് എന്നെ സ്വീകരിച്ച ഒരു നല്ല അപ്പനെ എനിക്കറിയാം. എന്റെ മുന്നോട്ടുള്ള ഭാവി, എനിക്ക് ഒരു പ്രത്യാശയുമില്ലാത്ത മുന്നോട്ടുള്ള എന്റെ ഭാവിയെ കുറിച്ചുള്ള ചിന്താഗതിയെ മാറ്റി ഇന്ന് ഇത്രയും പേരുടെ മുന്നിൽ എന്നെ ഒരു അനുഗ്രഹപാത്രമാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, ആ അപ്പന് നിന്റെ ജീവിതത്തെ മാറ്റാൻ ശക്തിയുള്ളവനാണ്. നിന്റെ ഭൂമിയിലുള്ള ഒരു വ്യക്തിക്കും മാറ്റാൻ സാധിക്കത്തില്ല. നിന്റെ സ്വന്തം അപ്പനും അമ്മയും പോലും നിന്നെ കൈവിടിഞ്ഞു കാണും. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം, നിന്നെ കൈവിടാത്ത ഒരു നല്ല നാഥനുണ്ട്, നിന്നെ കൈവിടിയാത്ത ഒരു നല്ല നാഥനുണ്ട്, നിന്നെ ഇന്നും ഉള്ളതുപോലെ സ്നേഹിക്കുന്ന. ചിലപ്പോൾ നിന്റെ മുഖത്തൊരാൾ നോക്കി നല്ലത് പറഞ്ഞിട്ട് അവന്റെ ഉള്ളിൽ വേറെ ആയിരിക്കും. എന്നാൽ ഇന്ന് ഉള്ളിലും പുറത്തും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുള്ള ഒരു അപ്പനെ എനിക്കറിയാം. അവന്റെ പേര് യേശു എന്ന. ഇന്ന് പകൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ണടച്ച അപ്പനോട് പറ, അപ്പ എനിക്ക് നിന്നെ വേണമപ്പ, എനിക്ക് നിന്നെ വേണമപ്പ, എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ വേണം. ആ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് പകൽ ആ സ്നേഹത്തിന്റെ കരം നിങ്ങളെ പിടിക്കും. ഇന്ന് പകൽ ആ സ്നേഹത്തിന്റെ കരം നിങ്ങളെ പിടിക്കും. ഒരു പക്ഷേ യേശുവിനെ സ്വീകരിച്ചിട്ട് ഇന്നൊരു പക്ഷെ ഒരു ബന്ധമില്ലാതെ ആയിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. ഇന്ന് പകൽ അവരോട് പറഞ്ഞാൽ മതി, അപ്പാ എനിക്ക് നിന്നെ വേണമപ്പാ, എനിക്ക് നിന്നെ വേണമപ്പാ. നിന്നെ കൂടാതെ എനിക്കൊരു ജീവിതം ഇല്ലപ്പാ, നിന്നെ കൂടാതെ ഒരു ജീവിതം എനിക്ക് വേണ്ടപ്പാ. ഇന്ന് പകൽ സ്നേഹിക്കുന്ന നല്ല അപ്പൻ നിന്നെ തേടി വരുന്ന പകല, നിന്നെ വേടി വരുന്ന പകല. കുശവൻ കയ്യിൽ കൊയറ പാട്ട് പാടുമ്പോൾ കണ്ണുകൾ അടച്ച് നിന്നുകൊണ്ടിരിക്കുന്നവര് യേശുവുമായിട്ട് സംസാരിച്ച് പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ
ഈ നിൽക്കുന്ന നിന്റെ മക്കൾ എന്റെ മുന്നിലല്ല നിൽക്കുന്നത്, എന്നെ നിർത്തിയ നിന്റെ മുന്നിലാ നിൽക്കുന്നത്. എനിക്കറിയാം അവരുടെ ജീവിതത്തിൽ പല മേഖലയിൽ അവർ തളർന്നായിരിക്കുന്നത്. എനിക്കറിയാം അവരുടെ ജീവിതത്തിൽ അവർ പല മേഖലയിൽ തോറ്റാ നിൽക്കുന്നത്. എന്നാൽ തോറ്റ എന്നെ ജയിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ എന്റെ ഉറപ്പതാ, ഈ നിൽക്കുന്ന ഓരോരുത്തരെയും ജയിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽ എന്റെ പിതാവേ, നിനക്കതിനെ ഒരു അത്ഭുതമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഈ നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ഇന്ന് ഞാൻ പ്രസംഗിച്ച നിന്റെ സുവിശേഷത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ സുവിശേഷം പാപികളെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷമാണ്. ഇന്ന് പകൽ നിന്റെ മക്കളെ നീ സ്പർശിക്കണതാണ്. സ്തോത്രം. അവരുടെ ഹൃദയത്തോട് നീ സംസാരിച്ചത് കൊണ്ടാണല്ലോ അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്ന് പകൽ അവരുടെ ഹൃദയത്തിൽ അവർക്ക് കുത്തുണ്ടായത് കൊണ്ടാണല്ലോ നിന്റെ അടുക്കലേക്ക് അവർ തിരിയുന്നത്. ഇന്ന് പകൽ പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുക, ഇരു കൈയും നീട്ടി അങ്ങ് അവരെ സ്വീകരിക്കുന്നതിനാൽ സ്തോത്രം. ഈ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു നിർണായക ദിവസമാകട്ടെ പരിശുദ്ധാത്മാവേ. AD എന്നും BC എന്നും ചരിത്രത്തെ രണ്ടായി തിരിച്ചവനെ ഇന്ന് പകൽ സ്നേഹിക്കുന്ന എന്റെ അപ്പ, അവരുടെ ജീവിതത്തെ തോൽവിയെന്നും ജയമെന്നും രണ്ടായി അങ്ങ് പിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തുടങ്ങി അവരുടെ മേളിലുള്ള എല്ലാ ദുഷ്ടന്റെ പ്രവണതകളും നിർവീര്യമാകാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ശാപങ്ങൾ ഈ നിമിഷത്തിൽ നിർവീര്യമാകട്ടെ. യേശുവിന്റെ രക്തത്താൽ അവർ ഓരോരുത്തരും കഴുകപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നതാ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ രണ്ടാമത് ഒരു കാര്യത്തിനും വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാ, പക്ഷെ എന്റെ ജീവിതത്തിൽ പുരോഗമനമൊന്നും കാണുന്നില്ല. The only reason why that can happen in your life is because you have accepted Jesus, but you are not able to accept what Jesus has said. യേശുവിനെ ഞാൻ സ്വീകരിച്ചു, പക്ഷെ യേശു പറഞ്ഞ പലതും ബ്രദറെ എന്നെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല, ബ്രദറെ എന്നെ കൊണ്ട് പ്രമാണിക്കാൻ പറ്റുന്നില്ല, ബ്രദറെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയാം സ്നേഹിക്കണമെന്ന്, പക്ഷെ എന്നെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം ക്ഷമിക്കണമെന്ന്, പക്ഷെ ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം ചിലത് ഞാൻ വിട്ടുകൊടുക്കണമെന്ന്, പക്ഷെ എന്നെ കൊണ്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, ബ്രദറെ. യേശു പറഞ്ഞത് പലതും എനിക്കറിയാം, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രദറെ. എന്റെ ജീവിതം മോരടിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് പകൽ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവാ. പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നിങ്ങളെ അത് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ നൽകിയിരിക്കുന്നത് യേശുവിനെ സ്വീകരിക്കാൻ മാത്രമല്ല, യേശു പറഞ്ഞത് പ്രമാണിക്കാനും കൂടെ സഹായിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ളവര് ദൈവസന്നിധിയിൽ ഈ പ്രിയപ്പെട്ടവരുടെ കൂടെ ചേർന്ന് നിന്നാട്ടെ. അങ്ങനെയുള്ളവരും കൂടെ ചേർന്ന് നിന്നാട്ടെ. ഇന്ന് പകൽ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് യേശു പറഞ്ഞത് എന്റെ ജീവിതത്തിൽ പ്രമാണിക്കുവാനായിട്ട്, യേശു പറഞ്ഞതിനെ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല, ബ്രദറെ. ഞാൻ പലപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇന്ന് പകൽ സഹായിക്കുന്നവൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് പരിശുദ്ധാത്മാവെന്ന. അവൻ സഹായിക്കുന്നവനാ. അവൻ ബലഹീനരെ സഹായിക്കുന്നവനാ. നിന്റെ ബലഹീനതയിൽ എന്റെ കൃപ പൂർണ്ണമായി വരുമെന്ന് പറഞ്ഞവൻ. ഇന്ന് പകൽ ചില സ്വഭാവങ്ങൾ, നിങ്ങൾക്ക് വിടാൻ സാധിക്കാത്ത ചില സ്വഭാവങ്ങൾ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് ആ കരമുയർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകൽ അതിന്റെ മേളിൽ അത്ഭുതങ്ങൾ നടക്കും. അതിന്റെ മേളിൽ അത്ഭുതങ്ങൾ നടക്കും. ഞാനൊരു രഹസ്യം പറയാം. പരിശുദ്ധാത്മാവ് സഹായിച്ചാൽ നിങ്ങളെ കൊണ്ട് വിടാൻ സാധിക്കാത്തതൊന്നും കാണത്തില്ല. ഒരു നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലതിനെ പിഴുതെടുത്തവൻ മാറ്റിക്കളയും. ഇന്ന് പകൽ എന്റെ ജീവിതത്തിൽ എനിക്കൊരു പുതുക്കം വേണം. എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം എനിക്ക് വേണം. എന്റെ ജീവിതത്തിൽ ഒരു പുരോഗമനം വേണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നില്ല, ബ്രദറെ. എനിക്ക് മനസ്സിലായി, ഞാൻ യേശുവിനെ അംഗീകരിച്ചു, പക്ഷെ യേശു പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, പ്രായോഗികമാക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് പകൽ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അങ്ങനെയുള്ളവര് എഴുന്നേറ്റ് നിൽക്കുന്നതിനായി സ്തോത്രം. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ കരമുയർത്തി പരിശുദ്ധാത്മാവോട് പറയണം, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്ത് കിടക്കാം. യേശു പറഞ്ഞതിനെ സ്വീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിനകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാം. അക്കരങ്ങൾ ഉയർത്തി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ ഒന്നിച്ചാ പ്രാർത്ഥിക്കുന്നത്. തോമസ് ബ്രദറിന്റെ പ്രാർത്ഥനയുടെ ബഹുത്വം കൊണ്ടൊന്നുമല്ല, പക്ഷേ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനോടാണ് നമ്മൾ
ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അവൻ സഹായിച്ചാൽ അത് നടക്കും. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, ഈ ഓഡിറ്റോറിയത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഇത്രയും പ്രിയപ്പെട്ടവര്, അവരുടെ കരങ്ങൾ ഉയർത്തി പിടിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ മുന്നിലല്ല. ഞങ്ങൾ കരം ഉയർത്തി പിടിക്കുന്നത് പരിശുദ്ധാത്മാവേ അങ്ങയുടെ മുന്നിലാണ്. ഇന്ന് പകലപ്പാ അങ്ങയുടെ സ്നേഹം ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വെളിപ്പാട് ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് ശരിയെന്ന് തിരിച്ചറിയാനുള്ള കാഴ്ചപ്പാട് ഇന്ന് പകൽ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പ്രകാശിക്കട്ടെ. ഇന്ന് പകലും വഴി തെറ്റിപ്പിക്കുന്ന എല്ലാ ദുഷ്ടന്റെ പ്രവണതകളും ഇന്ന് പകൽ നിർവീര്യമാകാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇന്ന് പകൽ വന്നിരിക്കുന്ന, ഇന്ന് പകൽ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേളിലും വ്യക്തിപരമായി അങ്ങയുടെ അഭിഷേകം ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ അവരെ വഴിതെറ്റിക്കുന്ന എല്ലാ സ്പിരിറ്റുകളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഇന്ന് പകൽ നരകം വിറയ്ക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ അവരുടെ മേളിലുള്ള എല്ലാ ആധിപത്യത്തെയും പാപം നിമിത്തവും റെബല്യൻ നിമിത്തവും അവരുടെ ജീവിതത്തെ പിടിക്കാൻ നോക്കുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ, അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ. അഭിഷേകം മുഖങ്ങളെ മുറിക്കുന്നതാണല്ലോ. ഇന്ന് പകൽ പുതിയൊരു അഭിഷേകം ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു പകർച്ച ഓരോരുത്തരുടെ ഉള്ളിൽ വരുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽ തുടങ്ങി അങ്ങയ്ക്ക് എന്താണോ പ്രസാദം, അങ്ങയ്ക്ക് എന്താണോ ഇഷ്ടം, അത് നോക്കിയും കണ്ടും ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നതിനാൽ നന്ദി. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ.